നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളെ കൊന്നൊടുക്കുന്നതിന് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കണ്ണൂരിലെ വന്യജീവി ആക്രമണം സംബന്ധിച്ച് മൊകേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികളോടുകൂടി പങ്കെടുക്കുന്ന ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് MLA ആണ് അതിന് നേതൃത്വം നൽകുക. അതോടൊപ്പം തന്നെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കുടുംബനാഥൻ മരിച്ചുപോയ കുടുംബനാഥന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവരുൾപ്പെടെ ആ പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലമായി വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്. ആ കൃഷിനാശം സംബന്ധിച്ച കണക്കുകൾ വളരെ പെട്ടെന്ന് തിട്ടപ്പെടുത്തി കൃഷി ഓഫീസറോട് ആ റിപ്പോർട്ട് വനംവകുപ്പിന് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. മുൻകരുതലുകൾ കഴിയുന്നത്ര എല്ലാ സ്ഥലങ്ങളിലും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ്. എവിടെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന ഒരു സംശയം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ടായി. പക്ഷേ അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. മലയോരങ്ങളിൽ ഈ സാന്നിധ്യം സ്ഥിരമായി നടക്കുന്നത് ഭീതിജനകമായ തന്നെ അത് പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ്. കെ.പി. മോഹനൻ MLAയുടെ നേതൃത്വത്തിൽ ഇതിനായി കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധികൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ വീട് മന്ത്രി എ.കെ. ശശീന്ദ്രൻ സന്ദർശിച്ചു. ശ്രീധരന്റെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകാൻ നിയമപരമായി സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു.